തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കവും കൂറുമാറ്റവും അവസാനിക്കുന്നില്ല. കൊച്ചിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ പേയ്മെന്റ് സീറ്റ് വിവാദത്തിനൊടുവിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മുക്താർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വയനാട്ടിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ പരസ്യ പ്രതിഷേധം ശക്തമാവുകയാണ്. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടതില്ലെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന എറണാകുളം DCC യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പിന്നാലെ വിവാദ സ്ഥാനാർത്ഥി PA മുക്താർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതോടെ കീഴ്മാട് ഡിവിഷനിലെ പേയ്മെന്റ് സീറ്റ് വിവാദം കോൺഗ്രസിലെ പൊട്ടിത്തെറിയിൽ കലാശിക്കുമെന്നുറപ്പായി. വയനാട്ടിൽ സജീവമായി പ്രവർത്തിക്കുന്ന വനിതകളെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് മാനന്തവാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് ഗ്ലാഡിസ് ചെറിയാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളെ തഴഞ്ഞെന്നാരോപിച്ച് മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജോഷി കൂരിക്കാട്ടിലും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ പുകുടിയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്രിക നൽകി. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നാരോപിച്ച് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗോകുൽദാസ് കോട്ടയിലും പരസ്യമായി രംഗത്തെത്തി. കാസർഗോഡ് പടന്നയിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള വാർഡ് കോൺഗ്രസിന് നൽകിയതിനെതിരെ യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ചു. തിരുവല്ലയിൽ RJD നേതാവ് BJPയിൽ ചേർന്നു. RJD SC/ST സെന്റർ സംസ്ഥാന സെക്രട്ടറി CT ബിജു ആണ് BJPയിൽ ചേർന്നത്. മലപ്പുറം അമരമ്പലം പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നയാളുടെ വോട്ട് വെട്ടിയതായും പരാതിയുണ്ട്. അമരമ്പലം അയ്യപ്പൻകുളം സ്വദേശി K ഷാഹുൽ ഹമീദിന്റെ വോട്ടാണ് നീക്കം ചെയ്തത്. ചൊക്ലി ഗ്രാമപഞ്ചായത്തിൽ കുറ്റിയിൽ പീടിക 7ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയെ LDF നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. റഫ്ഷാനയ്ക്ക് നേരെയാണ് ഭീഷണി. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.